അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, തജ്വീദിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ആരാണ് ഉമ്മുൽ മുഅ്മിനീൻ എന്നറിയപ്പെടുന്ന സ്വഹാബി വനിത? ഉമ്മുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെയൊക്കെയും ഉമ്മ എന്നറിയപ്പെടുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. 2, പതിവാക്കൽ സുന്നത്തായ 3 സൂറത്തുകൾ: സൂറത്തുർ റഹ്മാൻ, സൂറത്ത് യാസീൻ, സൂറത്ത് സജദ. അറബി അക്ഷരങ്ങൾ അവയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്ക് എന്ത് പറയും? സിഫത്തുകൾ എന്ന് പറയും. അപ്പോൾ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ അറബി അക്ഷരങ്ങൾ അവയുടെ ഉത്ഭവസ്ഥാനത്ത് നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്ക് സിഫത്തുകൾ. ഓക്കെ, നോട്ട് ചെയ്യണേ, സിഫത്തുകൾ എന്നാണ് പറയുക. 4ാമത്തെ ചോദ്യം, ഒരേ മഖ്റജിൽ നിന്ന് പുറപ്പെടുന്ന എന്നാൽ വേർതിരിക്കപ്പെടുന്ന വ്യത്യസ്ത അക്ഷരങ്ങൾ ഏതൊക്കെ? ത്വാ, താ, സ്വാദ്, സീൻ. ഈ 4 അക്ഷരങ്ങളാണ്. 5ാമത്തെ ചോദ്യം, സാക്കിനായാലും ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കുക, വഖഫിൽ കൂടുതൽ വ്യക്തമാക്കുക. ഇത് ഏത് അക്ഷരങ്ങളുടെ സിഫത്താണ്? കൽക്കലത്തിൻ്റെ അക്ഷരങ്ങളുടെ സിഫത്താണ് ഈ മേൽ പറയപ്പെട്ട വിഷയങ്ങൾ. എന്ത്? സാക്കിനായാലും ഹർക്കത്തുള്ള പോലെ വ്യക്തമാക്കണം, വഖഫിൽ കൂടുതൽ വ്യക്തമാക്കിയിട്ടും പറയണം. 6ാമത്തെ ചോദ്യം, ചേർത്തോതുമ്പോൾ ഉച്ചരിക്കാത്തതും തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കുന്ന ഹംസക്ക് എന്ത് പറയും? ഹംസത്തുൽ വസ്ലി എന്ന് പറയും. എങ്ങനെ? ചേർത്ത് ഓതുമ്പോൾ ഉച്ചരിക്കാത്തതും തുടക്കത്തിൽ വരുമ്പോൾ ഉച്ചരിക്കുന്ന ഹംസക്കാണ് ഹംസത്തുൽ വസ്ലി എന്ന് പറയുന്നത്. ചേർത്തി ഓതുമ്പോഴും തുടങ്ങുമ്പോഴും ഉച്ചരിക്കുന്ന ഹംസക്ക് എന്ത് പറയുന്നു? ഹംസത്തുൽ ഖത്ത് എന്ന് പറയുന്നു. 2 തരത്തിലുള്ള ഹംസകൾ: ഹംസത്തുൽ വസ്ലി, ഹംസത്തുൽ ഖത്ത്. ഓക്കെ. 8ാമത്തെ ചോദ്യം, ശ്വാസം വിടാതെ അല്പം അടങ്ങി ഓതൽ, അതിനാണ് സക്കത്ത എന്ന് പറയുക. ശ്വാസം വിടാതെ അല്പം അടക്കി നിർത്തി ശ്വാസത്തെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വീണ്ടും തുടർത്തി ഓതുന്നതിനാണ് സക്കത്ത എന്ന് പറയുക. വെരി ഗുഡ്. 9ാമത്തെ ചോദ്യം, വറത്തിലിൽ ഖുർആന തർത്തീല എന്ന ആയത്തിന് അലി റളിയല്ലാഹു അൻഹു, ആരാണ്? അലി റളിയല്ലാഹു അൻഹു നൽകിയ അർത്ഥം എന്താണ്? അക്ഷരങ്ങളെ ഭംഗിയാക്കിയും വഖഫുകളെ പഠിച്ചിട്ടും പാരായണം ചെയ്യുക എന്നുള്ളതിനാണ് വറത്തിലിൽ ഖുർആന തർത്തീല എന്നുള്ളതിന് അലി റളിയല്ലാഹു അൻഹു കൊടുത്ത അർത്ഥം. 10ാമത്തെ ചോദ്യം, യഹ്വിൻ്റെ 3 അക്ഷരങ്ങൾ എഴുതുക. ഏതാണ്? ഗൈന്, ദാല്, ഖാ. ശ്രദ്ധിക്കണേ, അക്ഷരങ്ങൾ മാറിപ്പോകാൻ പാടില്ല. വെരി ഗുഡ്. 11ാമത്തെ ചോദ്യം, ഖുർആനിൽ സക്തയുള്ള ഒരു സ്ഥലം എഴുതുക. കല്ലാബൽ റാന. ഓക്കെ, ഇതുപോലെ മറ്റു പല സ്ഥലങ്ങളുമുണ്ട്. വേറെ ഉദാഹരണങ്ങളൊക്കെ വന്നാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത് തന്നെ ഉദാഹരണം വരണം എന്നൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഖുർആനിലെ സക്തയുള്ള സ്ഥലങ്ങളെ നോട്ട് ചെയ്യുക. 13, ഖുർആനിൽ ഇങ്ങനെ 3 കുത്തുകൾ കാണും. നിങ്ങൾ കണ്ടോ? 3 കുത്തുകൾ. ഈ അടയാളം ഏത് വഖഫിനെയാണ് സൂചിപ്പിക്കുന്നത്? വഖഫ് മുറാഖബയെയും വഖഫ് മുആനഖയെയുമാണ് സൂചിപ്പിക്കുന്നത്. 14ാമത്തെ, ഖുർആനിൽ എത്ര സ്ഥലത്താണ് സജ്ദയുടെ ആയത്തുള്ളത്? എത്ര സ്ഥലത്താണ് സജ്ദയുടെ ആയത്ത് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന രീതിയിലും സുജൂദുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ വരുന്ന ആയത്തുകൾ. ആ ആയത്തുകൾ കേട്ടാൽ സുജൂദ് ചെയ്യൽ എന്താണ്? സുന്നത്താണ്. അങ്ങനെ സജ്ദയുടെ ആയത്തുകൾ ഖുർആനിൽ 14 ഇടങ്ങളിലാണ് ഉള്ളത്. ഇനി തിലാവത്തിൻ്റെ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ പകരം എന്താണ് ചൊല്ലേണ്ടത്? ഒരാൾ തിലാവത്തിൻ്റെ സുജൂദിൻ്റെ ആയത്ത് കേട്ടു, സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുന്ന ആയത്തുകൾ കേട്ടു, അപ്പം സുജൂദ് ചെയ്യൽ സുന്നത്താണ്. അതാണ് തിലാവത്തിൻ്റെ സുജൂദ്. അങ്ങനെ ഒരാൾ സുജൂദ് ചെയ്യുന്നില്ലെങ്കിൽ പകരം അയാൾക്ക് ഈ ദിക്ർ ചൊല്ലിയാൽ മതി. ഏത് ദിക്ർ? സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എത്ര തവണ? 4 തവണ. അതൊന്ന് നോട്ട് ചെയ്യണേ. എത്ര തവണയാണ് ചൊല്ലേണ്ടത്? 4 തവണയാണ് ചൊല്ലേണ്ടത്. ഓക്കെ. അടുത്ത ചോദ്യം 16, നിസ്കാരത്തിൽ ശുക്റിൻ്റെ സുജൂദ് ചെയ്യുന്നതിൻ്റെ വിധി. നിസ്കാരത്തിൽ ശുക്റിൻ്റെ സുജൂദ് ചെയ്യുന്നതിൻ്റെ വിധി. ശുക്റിൻ്റെ സുജൂദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് തന്ന വലിയൊരു നിഅമത്തിന് പകരമായിട്ട് ചെയ്യുന്ന സുജൂദുകൾ, അതാണ് ശുക്റിൻ്റെ സുജൂദ്. അപ്പോൾ നിസ്കാരത്തിൽ ഒരാൾ ശുക്റിൻ്റെ സുജൂദ് ചെയ്യുന്നതിൻ്റെ വിധി, നിസ്കാരം തന്നെ ബാത്തിലാവും. ഓക്കെ, ചെയ്യാൻ പാടില്ല എന്നാണ്. നിസ്കാരത്തിൽ ശുക്റിൻ്റെ സുജൂദ് ചെയ്യാൻ പാടില്ല. ആദ്യമായി ഖുർആനിനെ ജംഅ് ചെയ്തത് ആരാണ്? ഖുർആനിനെ ഒരുമിച്ച് കൂട്ടിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. 2ാമതായി ഖുർആനിനെ ജംഅ് ചെയ്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. നമ്മുടെ ഖാരി ആരാണ്? ആസിമുൽ കൂഫി റഹിമഹുമുള്ള. ഓക്കെ. 20ാമത്തെ ചോദ്യം, നബിത്തങ്ങളുടെ പ്രധാന എഴുത്തുകാരൻ ആരായിരുന്നു? സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് നബിത്തങ്ങളുടെ കാത്തിബ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 21, ഖുർആൻ നമ്മിലേക്ക് എത്തിയത് ഏത് പണ്ഡിതൻ മുഖേനയാണ്? ഹഫ്സ് ബിൻ സുലൈമാനുൽ കൂഫി റഹ്മഹുല്ലാഹു. ഓക്കെ,
അദ്ദേഹം മുഖേനയാണ് പണ്ഡിതൻ മുഖേനയാണ് നമ്മിലേക്ക് ഖുർആൻ എത്തിയത്. അൽ ബഖറ സൂറത്തിലെ വയബ്സുത്ത് എന്നതിൻ്റെ ഉച്ചാരണം എങ്ങനെയാണ്? അവിടെ സ്വാദിനെ സീനാക്കി മറിക്കണം. അതായത് അവിടെ കാണുമ്പോൾ എഴുത്തിൽ സ്വാദായിരിക്കും ഉണ്ടാവുക, എന്നാൽ ഉച്ചാരണത്തിൽ സീനായിട്ടാണ് നമ്മൾ എന്താ വേണ്ടത്, ഉച്ചരിക്കേണ്ടത്. അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്തായ സൂറത്തുകൾ ഏവ? അവസാനം തക്ബീർ ചൊല്ലൽ സുന്നത്തായ ഏത് സമയത്താണ്? നമ്മൾ ഖത്മ ഓതി വരുമ്പോൾ സൂറത്ത് ദുഹ മുതൽ സൂറത്ത് നാസ് വരെ ഓതുമ്പോൾ അതിൻ്റെ ഇടയിൽ തക്ബീറുകൾ ചൊല്ലൽ എന്താണ്, നമുക്ക് പ്രത്യേകം സുന്നത്താണ്. അടുത്ത 24ാമത്തെ ചോദ്യം. റായിന് തഫ്ഹീമും തർക്കീക്കും പറ്റുന്ന ഖുർആനിലൊരു പദമാണ് ഫിറഖ് എന്നുള്ളത്. ഓക്കെ, ആ പദം ഓർത്തു വെക്കുക. 25 ഹംസത്തുൽ ഖത്ഇന് ഒരു ഉദാഹരണം എഴുതുക. ഹംസത്തുൽ ഖത്അ ഫി അഹ്സനി തഖ്വീം. അത് തുടക്കത്തിലാണെങ്കിലും നടുവിലാണെങ്കിലും ഉച്ചാരണം ഹംസ തന്നെ ആയിട്ട് ഉച്ചരിക്കും. ഫി അഹ്സനി തഖ്വീം, ഇതിനാണ് ഹംസത്തുൽ ഖത്അ എന്ന് പറയുന്നത്. ഹംസത്തുൽ വസ്ലി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? 26 തഅനീസിൻ്റെ ഹാഇന് ഒരു ഉദാഹരണം. അൽ ഖാരിഅ. അൽ ഖാരിഅയിലെ ഐനിന് ശേഷം ഒരു താ കാണുന്നില്ലേ, ആ താഇനാണ് തഅനീസിൻ്റെ ഹാ എന്ന് പറയുക. ഓക്കെ, മുഅന്നസിനെ സൂചിപ്പിക്കുന്ന പദത്തിനൊക്കെ പൊതുവെ കാണാറുള്ള താ. ഓക്കെ, ഇനി ലമീറിൻ്റെ ഹാഇന് ഉദാഹരണം എഴുതുക. ലമീർ ലഹു മാഫിസ് സമാവാതി. ആ ലഹു, ഓക്കെ, ആ ഹാ ആണ് ലമീറിൻ്റെ ഹാ. 28 ഫത്തഹ് തൻവീനിനെ വഖഫ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? തൻവീനിനെ അലിഫായി മറിച്ചിട്ടാണ് നമ്മൾ എന്താവുക, വഖഫ് ചെയ്യുക അല്ലേ? ഫത്തഹ് തൻവീനിനെ വഖഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ തൻവീന് ഉള്ള ഫത്തഹിൻ്റെ കൂടെ തൻവീന് വരുമ്പോൾ വഖഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ നമ്മൾ അലിഫായി മറിച്ചിട്ടാണ് ഉച്ചരിക്കുക. ഓക്കെ, വെരി ഗുഡ്. ഈ ഭാഗങ്ങളൊക്കെയാണ് പ്രധാനമായിട്ട് വരുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിലുള്ളതും പുസ്തകമൊക്കെ മറിച്ചിട്ടൊക്കെ നിങ്ങൾ സമയം കണ്ടെത്തി പഠിക്കണം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരെയും വിജയിപ്പിക്കട്ടെ. വാഖിറ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.